ബി.ജെ.പി. ദേശീയ വക്താവ് ഷെഹ്സാദ് പൂനെവാല പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. വ്യക്തിപരമായ കാരണങ്ങളാലാണ് തീരുമാനമെന്നും അദ്ദേഹം തന്റെ രാജി ബി.ജെ.പി. ഉന്നത നേതൃത്വത്തിന് കൈമാറിയെന്നും അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് CNN ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എക്സിൽ പുതുക്കിയ ഷെഹ്സാദ് പൂനെവാലയുടെ ബയോയിൽ ബി.ജെ.പിയെ കുറിച്ച് യാതൊരു പരാമർശവുമില്ല. എങ്കിലും താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആജീവനാന്ത അനുയായി ആണെന്നാണ് പൂനെവാല സ്വയം വിശേഷിപ്പിച്ചത്. വ്യാഴാഴ്ചയാണ് പൂനെവാല തന്റെ എക്സ് പ്രൊഫൈൽ ബയോ മാറ്റിയത്. എന്നാൽ ഈ തീരുമാനത്തിന് പിന്നിലെ കാരണം അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ പൂനെവാലയുടെ ഇൻസ്റ്റാഗ്രാമിലെ ബയോയിൽ ബി.ജെ.പിയുടെ ദേശീയ വക്താവ് എന്നതിൽ മാറ്റം വരുത്തിയിട്ടില്ല. 2017 പാർട്ടി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് കോൺഗ്രസ് വിട്ട ശേഷമാണ് പൂനെവാല ബി.ജെ.പിയിൽ ചേർന്നത്. ബി.ജെ.പിയിൽ ചേർന്നതിന് ശേഷം അദ്ദേഹത്തെ ദേശീയ വക്താവായി ബി.ജെ.പി നിയമിക്കുകയായിരുന്നു. ചാനൽ ചർച്ചകളിലും മറ്റ് വേദികളിലും രൂക്ഷമായ പരാമർശങ്ങൾ നടത്തുന്നതിലൂടെ അദ്ദേഹം അതീവ ശ്രദ്ധേയമായി മാറി. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കളെയും അദ്ദേഹം നിരന്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശിച്ചിട്ടുണ്ട്. ബി.ജെ.പിയുമായുള്ള ബന്ധം ബയോയിൽ നിന്ന് നീക്കിയെങ്കിലും താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആജീവനാന്ത അനുയായി ആണെന്ന് വിശേഷണം അദ്ദേഹം നിലനിർത്തിയിട്ടുണ്ട്. വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം തന്റെ രാജിക്കത്ത് പാർട്ടി ഉന്നത നേതൃത്വത്തിന് കൈമാറിയതായി CNN ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ പൂനെവാലയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുയായികളുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് ഒരു പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് ഇന്നും പ്രതിപക്ഷ എംപിമാർ ലോക്സഭയിൽ ഒരു പ്രതിഷേധം തന്നെ നടത്തി. പാർലമെന്റ് സമുച്ചയത്തിലാണ് പ്രതിഷേധം നടത്തിയത്. വിവിധ ഇന്ത്യ സഖ്യകക്ഷികളിലെ എംപിമാർ മഗർ ദ്വാരിന് സമീപത്ത് ഒത്തുകൂടുന്ന ഒരു സാഹചര്യമുണ്ടായി. അമിത്ഷാ സൻസദ് സെ ഗായബ് ക്യോം എന്നെഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് അവർ പ്രതിഷേധം നടത്തിയത്. 2026 നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജൂലൈ 20 ഡൽഹിയിൽ സംഘടിപ്പിച്ച സംസദ് ചലോ മാർച്ചിന് നേരെയുണ്ടായ പോലീസ് നടപടിയെ തുടർന്നാണ് രാഷ്ട്രീയ വിവാദം ശക്തമായത്. കോൺഗ്രസ് ജനതാ പാർട്ടിയുടെ ആഹ്വാന പ്രകാരമാണ് വിദ്യാർത്ഥികൾ ജന്തർ മന്ദിറിൽ പ്രതിഷേധിച്ചത്. അതായത് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമം കൊണ്ടുവരുന്ന സമയത്ത്, അതായത് ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ഇനി ഏതെങ്കിലും കാരണത്താൽ രാജ്യത്ത് ചോദ്യപേപ്പർ ചോർന്നു കഴിഞ്ഞാൽ കർശനമായ തടവ് ശിക്ഷയും അതോടൊപ്പം തന്നെ നിയമ നടപടികളും ഉണ്ടാകുമെന്നുള്ള ഒരു പുതുക്കിയ നിയമമാണ് കൊണ്ടുവന്നത്. ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒന്നും തന്നെ പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ല. കിരൺ റിജു അതോടൊപ്പം തന്നെ ജിതേന്ദ്ര സിംഗ് അടക്കമുള്ളവരാണ് ഈ ചോദ്യപേപ്പർ അതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ സംസാരിച്ചത്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ടാണ് അമിത്ഷാ വരാത്തത്, എന്തുകൊണ്ടാണ് അമിത്ഷാ എന്റെ സംസാരിക്കാത്തത് എന്നൊക്കെയുള്ള പല തരത്തിലും ഒരു പ്രൊവക്കേഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കടന്ന് പ്രതിഷേധം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പാർലമെന്റിന്റെ നടപടികൾ സ്തംഭിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു.